ഞാൻ പറഞ്ഞ അനിയത്തി പ്രാവില്ലേ അങ്ങനെ പറയാ. അനിയത്തി കാരണം അതിൽ ആ ഹലോ ഹലോ എന്നുള്ള സീൻസും ഒക്കെ ട്രോളായി വന്നോണ്ടായിരിക്കാം. പക്ഷെ എനിക്ക് എൻ്റെ ലൈഫിലൊരു പൊൻതൂവൽ തന്നെയാണ് അനിയത്തി പ്രാവ് ശരിക്കും പറഞ്ഞാൽ. നിയോഗം എന്നുള്ള പടം ഒറ്റപ്പാലത്ത് ഷൂട്ട് ചെയ്യണം. നിയോഗത്തിൽ ഞാനും മിനി നായരുമായിരുന്നു മെയിൻ വേഷം. പിന്നെ സുധീഷ് ഏട്ടൻ, കുമരനാഥ്, അങ്ങനെ ഒരു അവാർഡ് മൂവി പോലത്തെ ഒരു പടം. ആ പടം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് സുധീഷ് ഏട്ടൻ പറയണത് ഇങ്ങനെ ഫാസിൽ സാറിൻ്റെ പടമാണ് സുധീഷ് ഏട്ടൻ എടുത്തത്. അതിൽ ഇങ്ങനെ ബേബി ശാലിനി ആദ്യമായിട്ട് നായികയാവുകയാണ്. അപ്പോൾ നമ്മളൊക്കെ ഇതിങ്ങനെ കേട്ടോണ്ടിരിക്കുക, ഭയങ്കര അത്ഭുതം. ബേബി ശാലിനി അഭിനയിക്കാൻ വരുന്നു, നല്ല ക്യാരക്ടറാണ്, ലൊക്കേഷനിൽ ഡിസ്കഷൻ അങ്ങനെ. അതപ്പോൾ ഇതൊക്കെ നമ്മൾ കേട്ടോണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ ചാക്കോച്ചൻ്റെ ക്യാരക്ടർ പഴയ പ്രൊഡ്യൂസറുടെ ഒരു മോനാണ് നായകനാവണം എന്നൊക്കെ ഇങ്ങനെ അന്ന് അങ്ങനെ ടോപ്പിക്ക് വിട്ടു. അത് കഴിഞ്ഞ് ഞാൻ ഈ പടമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന ശേഷമാണ് ഒരു ദിവസം ബാബു ഒക്കെ വിളിക്കുന്നുണ്ട്, സോബിൻ ഷായറിൻ്റെ അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഇന്നെ ഫാസിൽ സാറിൻ്റെ പടത്തിന് വിളിക്കുകയാണ് അഭിനയിക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഫാസിൽ സാറിൻ്റെ പടം നമ്മളുടെ 4ാമത്തെ പടമായിട്ടുള്ളൂ. അപ്പം കൊച്ചി തന്നെയാണ് ഷൂട്ടിങ്. എനിക്കൊന്ന് ഫസ്റ്റ് ഷോട്ട് എറണാകുളത്തെ മറൈൻ ഡ്രൈവിൽ പാലത്തിൻ്റെ മുകളിൽ കൂടി ഓടില്ലേ, ഞാൻ ശാലിനിയുടെ ഒളിച്ചു. അതാണ് ഞങ്ങളുടെ ഫസ്റ്റ്. അവിടുത്തെ ഒരു ഹോട്ടൽ റൂമിൽ നിന്ന് ഞങ്ങൾ അവിടെ റെഡിയായി. അവിടെ ഞാൻ ശാലിനി ആദ്യം കാണും. ശാലിനിയെ കാണുമ്പോൾ പഴയ ശാലിനിയുടെ ചായയല്ല, പക്ഷെ വലിയൊരു പക്ഷെ വളരെ നന്നായിട്ട് പെരുമാറുന്നുണ്ട്.